അഭിനയത്തിന്റെ പല തലങ്ങളെ തന്നിലേക്ക് ആവാഹിച്ച് വർഷങ്ങളായി മലയാളികളെ ഭ്രമിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അഭിനേതാവ്. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഓരോ കഥാപാത്രത്തിലും ഇനിയുമേറെ ബാക്കിയുണ്ട് എന്ന പ്രതീതി നിലനിർത്തുന്ന പ്രകടനങ്ങൾ. പ്രതിനായകന്മാരായ പട്ടേലറും അഹമ്മദ് ഹാജിയും CK രാഘവനും കൊടുമൺ പോറ്റിയുമെല്ലാം അഭിനയത്തിന്റെ അവസാന വാക്ക് എന്ന് എഴുതിയവർക്ക് മുന്നിലേക്ക് ഇതാ അടുത്ത പ്രകടനവുമായി അദ്ദേഹം എത്തുകയാണ്. തന്റെ കുറവുകളെ ബലമാക്കി മാറ്റിയ, തോൽവി സമ്മതിക്കാത്ത, അഭിനയത്തിന്റെ അവസാന വാക്കായി മമ്മൂട്ടി മാറിയ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. സില്ലൗട്ടിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു രൂപം. 1 മിനിറ്റ് 50 സെക്കൻഡ് നീളമുള്ള കളങ്കാവലിന്റെ ട്രെയിലറിൽ മമ്മൂട്ടി വന്നുപോകുന്നത് വെറും നിമിഷ നേരത്തേക്കാണ്. ഏറ്റവും സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയോ എന്ന ഒറ്റ ഡയലോഗ് നമ്മളിൽ ഭീതി നിറയ്ക്കുന്നു. എന്നാൽ അത്രയും നേരം കൊണ്ട് തന്നെ ആരാണ് അയാൾ, എന്താണ് അയാൾ എന്ന് അറിയിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ആദ്യ പോസ്റ്ററുകൾ വന്ന നാൾ മുതൽ നിഗൂഢത കൂടപ്പിറപ്പായ ഒരു കഥാപാത്രവും അവതരണ രീതിയും. ആരാണ് മമ്മൂട്ടിയുടെ കഥാപാത്രമെന്ന് ട്രെയിലറിന് പിന്നാലെയും ഒരു സൂചനയും അണിയറ പ്രവർത്തകർ നൽകിയിട്ടില്ല. ഒന്നു മാത്രം അറിയാം, അയാൾ നായകനല്ല. ഒരു സസ്പെൻസ് അല്ലെങ്കിൽ പ്രേക്ഷകരെ സിനിമയിലേക്ക് കൊളുത്താൻ പാകത്തിൽ ഒരു എക്സ് ഫാക്ടർ സംവിധായകൻ ജിതിൻ കെ ജോസ് സിനിമയുടെ പ്രമോ മെറ്റീരിയൽ എല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നൽകാതെ തിയേറ്ററിൽ മാത്രം ചുരുളഴിയുന്ന ആ സർപ്രൈസുകൾ സിനിമയ്ക്ക് കൂടുതൽ മികവേകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയെ പോലൊരു മെഗാ താരത്തിനെ കയ്യിൽ കിട്ടുമ്പോഴും ജിതിൻ തീർത്തും അദ്ദേഹത്തെ അണ്ടർപ്ലേ ചെയ്യുകയാണ്. ഇരയല്ല, വേട്ടക്കാരനാണ് താൻ എന്ന പ്രതീതി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൽ ഒളിപ്പിക്കുമ്പോഴും ഐഡന്റിറ്റി എന്ന ഫാക്ടർ അവിടെ സർപ്രൈസ് ആണ്. സ്ത്രീകളെ തന്റെ വലയിലാക്കി പിന്നീട് അവരെ നിഷ്കരണം കൊന്നു തള്ളുന്ന ഒരു സൈക്കോപാത്ത് ആകാം മമ്മൂട്ടിയുടെ കഥാപാത്രം. പണ്ട് ഒരു അഭിമുഖത്തിൽ ജോൺ ബുട്ടാസ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു സ്ത്രീ പീഡകനായ വില്ലൻ എന്ന് പറഞ്ഞത് വീണ്ടും ഓർമ്മിക്കുന്നു. സിനിമയിലെ ആദ്യ ഗാനമായ നീലാക്കായും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഒരു റെട്രോ മൂഡിൽ 80s വൈബിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഇളയരാജ സോങ് കേൾക്കുന്ന മൂഡിൽ ആസ്വദിക്കാവുന്ന, എന്നാൽ നിഗൂഢത ഒരൽപ്പം ഒളിപ്പിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കാവുന്ന വരികളും അവതരണവും. ഭാരതിരാജ ഒരുക്കിയ സിഗപ്പ് റോജാക്കൾ എന്ന സിനിമയാണ് നിലാക്കായും എന്ന ഗാനം എന്നെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയത്. അതിലെ കമൽഹാസന്റെ ദിലീപും ഒരു സൈക്കോപാത്താണെന്ന് ഓർക്കണം. ചിത്രം സൈനൈഡ് മോഹന്റെ കഥയാണ് പറയുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നെങ്കിലും അതെല്ലാം സംവിധായകൻ തിരുത്തുന്നുണ്ട്. നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നത് എന്നാണ് സിനിമയെക്കുറിച്ച് സംവിധായകൻ ജിതിൻ കെ ജോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ട്രെയിലറിൽ അവസാനം സിഗരറ്റ് വലിച്ച് വട്ടത്തിൽ പുകവിടുന്നൊരു മമ്മൂട്ടിയുണ്ട്. ബ്ലാക്കിലും പിന്നെ നിരവധി സിനിമകളിലും മമ്മൂട്ടി കാണിച്ച ആ ട്രിക്ക് ജിതിൻ വീണ്ടും ആരാധകർക്കായി തിരികെ കൊണ്ടുവരുന്നു. എന്തായാലും കളങ്കാവൽ ബാക്കിയാക്കുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. കൊടുമൺ പോറ്റിയായി പകർന്നാടി തന്റെ 7ാമത്തെ സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടിക്ക് 8ാമതും ഒരു പുരസ്കാരം ഈ സിനിമയിലൂടെ ലഭിക്കുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോഴേ പറയുന്നത്. നായകനോ വില്ലനോ, നല്ലവനോ കെട്ടവനോ, പ്രകടനത്തിൽ ഒരു പിന്നിലേക്ക് പോക്ക് മമ്മൂട്ടിയിൽ നിന്നുണ്ടാകില്ല. കളങ്കാവൽ അതിന്റെ പുത്തൻ ഉദാഹരണമാകട്ടെ.